ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മോർണിംഗ് വൈബും ഗ്രീൻ ഹെവനിൽ തന്നെയാണ്. എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ മാറി ഗ്രീൻ ഹെവനിലെ മക്കളെ സുന്ദരന്മാരും സുന്ദരീകരും ആക്കി അത് കാണിക്കാൻ വേണ്ടി വന്നതാണ് എന്നൊരു ധാരണയുണ്ടെങ്കിൽ തികച്ചും തെറ്റായ ധാരണയാണ്. കാരണം നമ്മൾ ഓരോ ഭാഗത്തേക്ക് ചെല്ലുമ്പോഴും അതിഭീകരമായ അവസ്ഥയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഒരുപാട് വർഷങ്ങളായി ചെടികളോടുള്ള സ്നേഹം തുടങ്ങിയിട്ട്, പക്ഷേ ഒരു 13 വർഷമായി നമ്മൾ ഇതേപോലെ കൺജസ്റ്റഡായി തിക്കി നമ്മൾ ഓരോ പ്ലാന്റുകളെ വളർത്താൻ തുടങ്ങിയിട്ട്. കാരണം നമ്മുടെ സ്പേസ് ഇല്ലായ്മ തന്നെയാണ് അതിൻ്റെ പ്രശ്നം. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം. കാരണം നമ്മുടെ തിരക്കുകൾ തന്നെയാണ്. കാരണം നമ്മുടെ ചാനലിൻ്റെ കാര്യം നോക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ ഈ രീതിയിൽ വളർത്തുന്നവരൊക്കെ ആഴ്ചയിൽ നമ്മളിപ്പോൾ 12 വർഷമായിട്ടും ഇങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ പ്രതിസന്ധി ഘട്ടം ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ കുറച്ചൊരു ശ്രദ്ധ കുറഞ്ഞത്. അതിൻ്റെ ഫലം ഇങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്തായാലും ഞാനിതൊക്കെ തിരിച്ചു പിടിക്കും, അതിനുള്ള കഠിന പ്രയത്നത്തിൽ തന്നെയാണ്. എന്തായാലും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.